കൂതാശ സംസ്കാരത്തെ ഒന്നും അറിയാതെ ഇവിടുത്തെ ഒന്നും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതം നമമ രാഷ്ട്രായ സ്വാഹ എന്ന് ചിന്തിച്ച് ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പരമപവിത്രമായിട്ടുള്ള ത്യാഗത്തിന്റെ മൂർത്തിമത് ഭാവങ്ങളായിട്ടുള്ള മനുഷ്യരെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ അവൻ അങ്ങനെയായി, എങ്ങനെ അവൾ അങ്ങനെയായി എന്ന ചോദ്യത്തിന് ഉത്തരം സാധനയില്ലാത്തത് കൊണ്ടാണ്. ഒരുപാട് വേദനകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്കിവിടെ ഇരിക്കുന്ന അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്നേക്കാൾ എത്രയോ യോഗ്യരായിട്ടുള്ള അമ്മമാരാണ്. എന്താ കാരണം എന്നറിയുമോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുത്തു, കറക്റ്റ് സമയത്ത് യൂണിഫോം ഇടിപ്പിച്ചു, അങ്ങനെ സ്കൂളിൽ വിട്ടു, കോളേജിൽ വിട്ടു. അവരുടെ ഓരോ വഴി മുന്നോട്ടുള്ള പ്രയാണവും നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിച്ചു. എന്നാൽ ഞാൻ മനസ്സിലെടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, എന്റെ വയറിനകത്ത് 5 മാസം പ്രായമുള്ള എന്റെ മൂത്ത മകൻ കിടക്കുമ്പോ രമാ രഘുനന്ദൻ എന്ന് പറയുന്ന എന്റെ ഒരു സഹോദരി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സഹോദരിക്ക് വേണ്ടിയിട്ട് വയറ് നിറവയറുമായിട്ട് ഞാൻ പ്രസംഗിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞായിരുന്നുവോ അതോ സമൂഹത്തിന് വേണ്ടി നടത്തുന്ന പൊതുപ്രവർത്തനമായിരുന്നുവോ എന്നുള്ള ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മനനം ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് പറയാൻ സാധിക്കും, ഒന്നാമത്തെ കാര്യമാണ് ഗുരുവായൂരപ്പൻ എന്നെ ഏൽപ്പിച്ചത്. എന്റെ സുപ്രീം കോടതി, ഞാൻ എന്റെ ഗുരുവര്യനാണ് വേദിയിലിരിക്കുന്ന ഉദിത് ചൈതന്യ സ്വാമിജി. എനിക്ക് അദ്ദേഹത്തോടൊപ്പം മണിക്കൂറുകൾ ഇരിക്കാൻ സാധിച്ചിട്ടില്ല, അദ്ദേഹത്തോടൊപ്പം നിങ്ങളെപ്പോലെ നിതാന്തമായി യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഏകലവ്യനെ പോലെ അകലെ ഇരുന്നു കൊണ്ട് ഈ സ്വാമിജി കേരളത്തിൽ നടത്തുന്ന സാധനാക്രമങ്ങളെ അകലെ നിന്ന് നോക്കിക്കാണാൻ എനിക്ക് സാധിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെല്ലാം കൂടുതൽ ഭാഗ്യം ചെയ്ത അമ്മമാരാണ്. അപ്പൊ നമുക്ക്, ഞാൻ 4 മണിക്ക് വന്നതാണ്, 4 മണിക്ക് വന്ന അമ്മമാരുടെ ഇടയിൽ ഇരുന്ന എനിക്ക് 5 മിനിറ്റെങ്കിലും നിങ്ങളോട് സംസാരിക്കാതെ ഞാൻ തൃശ്ശൂരിലേക്ക് പോകും എന്നാണോ നിങ്ങൾ കരുതിയത്? ഞാൻ 5 മിനിറ്റ് 6 മിനിറ്റ് സംസാരിച്ച് എന്റെ പ്രസംഗം നിർത്തുകയുള്ളൂ. കാരണം വണ്ടിയിൽ എണ്ണയടിച്ചു, ഡ്രൈവറുടെ ജോലി, എന്റെ സമയം. അപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കുന്നത് ഒരൊറ്റക്കാരൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മഹാദേവൻ പറഞ്ഞത് എന്താണ്? അതിനർത്ഥം ഇനി നാളെ ഏതെങ്കിലും ഒരു ചാനലിൽ ഇത് പുറത്തു വന്നാൽ ഞാൻ എന്റെ കുട്ടികളെ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല എന്നുള്ള അർത്ഥമില്ല. അവൻ ഇന്ന് ഡൽഹി IIT-യിൽ 6ാം റാങ്ക് കിട്ടി. അവൻ ജർമ്മനിയിലെ വലിയ ലെക്ചറായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ശശി തരൂരിന് ശേഷം 3 പേരെ പബ്ലിക് പോളിസിക്ക് സെലക്ട് ചെയ്തപ്പോ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അവൻ തരുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ടും ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്, ഒരു മുറിയിൽ കിടക്കാനുള്ള സൗകര്യമില്ലാതെ കഷ്ടപ്പെട്ട കഠിനമായിട്ടുള്ള വേദനയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിന്നത്. എത്രയോ തവണ, ഞാൻ ഇപ്പൊ തുറന്നു പറയുകയാണ്, ആദ്യമായിട്ട് ഇത് ലൈവ് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ തവണ ഞാൻ ഉദിത് ചൈതന്യ സ്വാമിജിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമിജി എനിക്ക് ഈ പൊതുപ്രവർത്തനം ഒന്ന് അവസാനിപ്പിച്ചാലോ? അപ്പൊ സ്വാമിജി പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ധർമ്മപുത്രർ ഇല്ലാത്തത് കൊണ്ടല്ല. സ്വാമിജിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ധർമ്മപുത്രർ, പാണ്ഡവന്മാരുടെ കൂടെ ധർമ്മപുത്രര് ഉണ്ടായിട്ടും അർജുനനാണ് ഗാന്ധീവം കൊടുത്തുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞത്, അർജുന നീ തന്നെ നയിക്കണം എന്ന് പറഞ്ഞത്. അപ്പോ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ദൗത്യം എന്ന് പറയുന്നത് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഇരിക്കുന്നത്. നാളെ കോൺഗ്രസിലെ ഒരു സഹോദരി വന്നാലും സ്വാമിജി അത് തന്നെ പറയും. എനിക്ക് ഉറപ്പുണ്ട്, സ്വാമിജിക്ക് രാഷ്ട്രീയമില്ല, സ്വാമിജിക്ക് വേറൊരു വകതിരിവ് ഏറെയുണ്ട്, വേർതിരിവില്ല. അപ്പൊ സ്വാമിജി പറയും, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ചുകൊണ്ട്, ലളിതാ സഹസ്രനാമം ഉൾപ്പെടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഞാനപ്പോ പറഞ്ഞു വന്നത്, അങ്ങനെ മഹാദേവൻ പറഞ്ഞത് എന്താണ്? ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ പ്രീതിപ്പെടുകയും അല്ലെ ആ പ്രദേശത്ത് രുദ്രതീർത്ഥമായിട്ട് മാറി എന്ന് പറയുകയാണ്. അപ്പൊ ഗുരുവായൂരിലെ നമ്മുടെയൊക്കെ സുപ്രീം കോടതിയായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് കാണുന്നുണ്ട്. എന്താണ് ഒരു സ്ത്രീയുടെ ദൗത്യം? എന്താണ് ഒരു യുവാവിന്റെ ദൗത്യം? എന്താണ് ഒരു വിദ്യാർത്ഥിയുടെ ദൗത്യം? എന്താണ് ഒരു ഗായകന്റെ ദൗത്യം? എന്താണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരന്റെ ദൗത്യം? എന്താണ് ദൗത്യം എന്ന് പറയുന്നത്?
എല്ലാവർക്കും നന്മയുണ്ടാകുന്ന പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. സർവേ വിഷുവിനെ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ ഗച്ഛിത് ദുഃഖമാപ്നുവേത് എന്നുള്ള ആ മംഗള ശ്ലോകം അതിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഞാൻ കാറുമായിട്ട് വരുമ്പോ എന്റെ കാറിന്റെ മുന്നിലേക്ക് ശോഭാ സുരേന്ദ്രനെ ഇടിച്ചു കൊന്നുകളയണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഷഡന്മാർ വന്നാൽ എന്ത് ചെയ്യണം? ഞാൻ ധർമ്മം ഉപദേശിച്ച് പഠിച്ചിട്ടുണ്ട്, ഞാൻ ലളിതാ സഹസ്രനാമം വായിക്കാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് രുദ്രം ചൊല്ലാൻ അറിയാം എന്ന് തീരുമാനിച്ചുകൊണ്ട് നേരായ വഴിയിലൂടെ ഞാൻ പോയാൽ അവൻ എന്ത് ചെയ്യും? MDMA കച്ചവടം നടത്തിക്കൊണ്ട് 4 വയസ്സും 5 വയസ്സുമുള്ള കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴിച്ചു കൊടുക്കുന്ന ഈ മലീമസമായ സമൂഹത്തിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം ഒന്ന് സൈഡ് മാറ്റി കൊടുക്കും, അല്ലെ? സൈഡ് മാറ്റിക്കൊടുത്തതിന് ശേഷം സമയം വരും. ആ സമയം വരുമ്പോൾ ഇവിടുത്തെ അമ്മമാർ, ഈ മാതൃത്വത്തിന്റെ വട്ടാക്കൾ, നമ്മൾ എന്താണ് ഉചിതമെന്നും എന്താണ് സത്യമെന്നും എന്താണ് ധർമ്മമെന്നും എന്താണ് നമ്മുടെ കരുത്തെന്നും ഈ കൈരളി ഭൂമിക്ക് കാണിച്ചു കൊടുക്കാനുള്ള ശക്തി എന്റെ അമ്മമാരുടെ നാമജപത്തിലൂടെ നിങ്ങളുടെ അനുജത്തിയായ അല്ലെങ്കിൽ ചേച്ചിയായ അമ്മയായ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന 51 വയസ്സായി, ചെറിയ വയസ്സല്ല. അപ്പോ ആ ശക്തി നിങ്ങളിൽ നിന്ന് കുറച്ച് എനിക്കും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സമൂഹത്തിൽ നടക്കുന്ന വിവിധ വിഷയങ്ങൾ കൂടി ഇവിടെ എത്തിയിട്ടുള്ള അമ്മമാർ ഏറ്റെടുക്കണം എന്ന് സൂചന നൽകിക്കൊണ്ട് അതിന് നമ്മുടെ സ്വാമിജിക്ക് നമ്മളെ നയിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേജ് പ്രസംഗത്തെ ഞാൻ മടക്കി ഇനി ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എന്നെ ഇവിടെ സ്വാമിജിയോടൊപ്പം ഇരിക്കാൻ സാധിച്ചതിൽ വീണ്ടും ഇത് എന്റെ 4ാമത്തെ പരിപാടിയാണ് സ്വാമിജിയുടെ കൂടെയുള്ള സദസ്സിൽ, അപ്പോ സ്റ്റേജിൽ. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഈ മന്ത്രജപത്തിന് റിസൾട്ട് ഉണ്ട്. നിങ്ങളോട് ആരെങ്കിലും എന്നോട് ചോദിച്ചതുപോലെയുള്ള സംശയം ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയണം. എന്താണ്? 4 മണിക്ക് എണീറ്റ് നമ്മുടെ പ്രാഥമിക, അതിനു മുൻപ് സ്വാമിജിയൊക്കെ അതിനു മുമ്പായിരിക്കും ഒരു പക്ഷെ എണീക്കുക. നിങ്ങൾക്ക് എണീറ്റ് നിങ്ങൾക്ക് 1 വർഷം ജപിക്കാൻ സാധിക്കുമോ എന്ന ഒറ്റ ചോദ്യം കേരള സമൂഹത്തിൽ ചോദിച്ചാൽ മതി. യുക്തിവാദിയോടും പറയുക, നമ്മൾ തർക്കത്തിന് വേണ്ടി നിങ്ങൾ 1 വർഷം ജപിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അവരെവിടേക്കും പോകില്ല, അവര് നേരെ നിങ്ങളോടൊപ്പം വന്നിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്ന, കേരള സമൂഹത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്യാൻ ഏറ്റവും വലിയ ആവനാഴിയിലെ ഏറ്റവും വലിയ അസ്ത്രം തന്നെയാണ് ഭാഗവതവും. അതുപോലെ തന്നെ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ രുദ്രം ഉൾപ്പെടെയുള്ള എല്ലാ സ്കന്ധങ്ങളും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ അമ്മമാരുടെ മുന്നിൽ നിൽക്കാൻ സാധിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ സ്വന്തം സഹോദരി തുല്യായിട്ടുള്ള ഈ ആലീസ് ചേച്ചി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഈ ലളിതാ സഹസ്രനാമത്തെ ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ ചേച്ചിക്ക് സാധിച്ചതിലും വീണ്ടും മുന്നോട്ട് പോകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവர்கள்.